ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സില ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം മുമ്പ് കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്വസ്റ്റ്യൻ ആൻസർ സെഷന്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഒരുപാട് ഡൗട്ട്സ് എല്ലാം കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ആൻസറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം കേട്ടോ. എൻ്റെ പേര് ജംഷീന എന്നാണ്. കോഴിക്കോട് മാവൂരാണ് എൻ്റെ വീട്. പിന്നെ എൻ്റെ അസുഖത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കാർസിനോമ സ്റ്റൊമക്ക് ആൻഡ് ലിവർ മെറ്റ്സ് ആണ് കേട്ടോ. സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ അസുഖം വരുന്നത്. 2022 ആദ്യമായിട്ട് അസുഖം വന്നിട്ടുള്ളത്. അന്ന് കാർസിനോമ സ്റ്റൊമക്ക് ആയിരുന്നു. ട്രീറ്റ്മെൻറ്റ് എടുത്ത് രണ്ട് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 8 കീമോ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ റിക്കവർ ആയിട്ടുണ്ടായിരുന്നു. 2024 വീണ്ടും അസുഖം വന്ന് അത് ലിവറിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ടു. അങ്ങനെ വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുത്ത് 12 കീമോ, അതേപോലെ തന്നെ ടാർഗറ്റഡ് തെറാപ്പി ഇഞ്ചക്ഷനും എടുത്ത്. കീമോക്ക് ശേഷം കാപ്പിസിറ്റാമിൻ ടാബ്ലറ്റും അതേപോലെ തന്നെ ടാർഗറ്റഡ് തെറാപ്പി ഇഞ്ചക്ഷനും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ റേഡിയേഷൻ എടുത്തു കേട്ടോ. ഇന്നത്തോടു കൂടി എൻ്റെ റേഡിയേഷൻ പൂർത്തിയായി. ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് എന്ത് ക്യാൻസറാണ് എന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്റ്റൊമക് ക്യാൻസറാണ്, ആമാശയ ക്യാൻസർ. അത് സർജറിയിലൂടെ എൻ്റെ ആമാശയം റിമൂവ് ചെയ്തിട്ടുള്ളതാണ്. ഫുഡ് കഴിക്കാൻ കുറച്ച് വിഷമമുണ്ടെങ്കിലും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്തായിരുന്നു ലക്ഷണം എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമതായിട്ട് എനിക്ക് ഫസ്റ്റിലൊരു പനിയായിരുന്നു വന്നത്. പനീൻ്റെ തുടർച്ചയായിട്ട് വന്ന ഒരു ചെറിയൊരു വയറുവേദന ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഡോക്ടറിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഡോക്ടർ ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമയം മെഡിസിൻ എല്ലാം എടുപ്പിച്ച് പിന്നീട് നമ്മളൊരു എൻഡോസ്കോപ്പി എടുത്തതിൻ്റെ ശേഷമാണ് രോഗം തിരിച്ചറിഞ്ഞത്. ഫസ്റ്റ് അസുഖം വന്ന സമയത്ത് ഈ ഒരു ചെറിയൊരു വയറുവേദനയും അതേപോലെ തന്നെ സ്റ്റൂളിൽ ഒരു ടൈം ബ്ലാക്ക് കളറിൽ കണ്ടു കേട്ടോ. അത് മാത്രമാണ് അന്ന് രോഗലക്ഷണമായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ രോഗം അറിഞ്ഞ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെല്ലാം സിംറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ സിംറ്റംസ് ഒന്നും ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ലതാണ് സത്യം കേട്ടോ. പിന്നീട് 2024 എനിക്ക് വീണ്ടും അസുഖം വന്ന് സ്റ്റൊമക്കിൽ തന്നെ അസുഖം വന്നിട്ട് ലിവറിലോട്ട് സ്പ്രെഡ് ചെയ്ത്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ എനിക്കുണ്ടായത്. ഞാൻ പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ഉണ്ടായി. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ചെസ്റ്റിൽ ഭക്ഷണം കെട്ടിക്കിടക്കുന്നൊരവസ്ഥ എല്ലാം ഉണ്ടായിട്ടു. അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അന്നപ്പോൾ വീണ്ടും എനിക്ക് CT സ്കാൻ എടുത്തപ്പോഴാണ് രോഗം തിരിച്ചറിയണത്. അപ്പോൾ ഈ ആമാശയ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫാമിലിയിൽ ആരെല്ലാം ഉണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഹസ്ബൻഡ്, എനിക്ക് 3 മക്കളാണ് കേട്ടോ. ഒരു മോളും 2 മോനും. മോള് ഡിഗ്രിക്ക് പഠിക്കുകയാണ്, മോന് 7th, ചെറിയ മോൻ 4th. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇപ്പം എങ്ങനെയുണ്ട്, അസുഖം കുറവുണ്ടോ എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കണ്ടിന്യൂ ട്രീറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 15 ദിവസം മുന്നേ എനിക്ക് പെറ്റ് സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ലിവറിലുള്ള സിസ്റ്റ് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടെന്നും അതേപോലെ തന്നെ വേറെ എവിടേക്കും അത് സ്പ്രെഡ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സന്തോഷമുള്ളൊരു റിസൾട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ സ്പ്രെഡിങ് സാധ്യത കൂടുതലാണെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് അതൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എൻ്റെ സ്റ്റൊമക്കിലുള്ള സിസ്റ്റ് ഇത്തിരി സൈസ് കൂടിയപ്പോൾ എനിക്ക് ഫുഡ് ഇറങ്ങാത്തൊരവസ്ഥ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ റേഡിയേഷൻ എടുത്ത്, അപ്പോൾ റേഡിയേഷൻ ഇന്നത്തോടു കൂടി പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്നാണ് കേട്ടോ. ഞാൻ കോഴിക്കോട് MVR ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനിവിടെ ട്രീറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഡോക്ടർ ശ്രീധരൻ സാറിനാണ് ഞാൻ കാണുന്നത്. സർജറി ചെയ്തിട്ടുള്ളത് ശ്യാം ഡോക്ടറാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇനി സർജറി ഉണ്ടോയെന്നാണ് കേട്ടോ. അപ്പം എനിക്കിപ്പോൾ രണ്ടാമത് അസുഖം വന്ന സമയത്ത് നമ്മൾ ഡോക്ടറോട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് MVR ഹോസ്പിറ്റലിൽ നിന്നും അതേപോലെ തന്നെ പുറത്ത് 1-2 ഹോസ്പിറ്റലിൽ നിന്നും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് MVR ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് അത്രയും മേജർ സർജറി ചെയ്തതുകൊണ്ട് തന്നെ ഇനി സർജറി പോസിബിൾ അല്ല, മെയിനായിട്ട് അത് ലിവറിലോട്ടും കൂടെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഇനി സർജറി പറ്റില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ വീണ്ടും കീമോയും അതേപോലെ തന്നെ ടാർഗറ്റഡ് തെറാപ്പി ഇഞ്ചക്ഷനൊക്കെ എടുത്ത്
അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റൊമക്കിലുള്ള സിസ്റ്റ് വീണ്ടും കുറച്ചുകൂടി സൈസ് കൂടി ഫുഡ് ഇറങ്ങാൻ ബുദ്ധിമുട്ടായ സമയത്ത് റിസൾട്ട് നമ്മൾ 1-2 ഹോസ്പിറ്റലിലേക്ക് വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളോട് പറഞ്ഞത് സർജറി, റേഡിയേഷൻ, തുടർ ട്രീറ്റ്മെൻറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഫുഡ് ഇറങ്ങാൻ വല്ലാത്ത വിഷമം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് റേഡിയേഷൻ എടുക്കേണ്ടതുകൊണ്ട് തന്നെ റേഡിയേഷൻ നമ്മൾ ഇവിടുന്ന് എടുത്തു. ഇനി അടുത്ത ദിവസം തന്നെ ഈ റേഡിയേഷൻ്റെ സൈഡ് എഫക്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ ആ ഡോക്ടറെ പോയി കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതാണല്ലോ. അപ്പോൾ സർജറി പറ്റുമോ ഇല്ല എന്നുള്ളത് ഇനി അവർ പറയണം. ഇവിടുന്ന് MBR ഹോസ്പിറ്റലിന് എന്തായാലും ഇനി സർജറി പറ്റൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫാമിലി എങ്ങനെ, വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ, എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് തന്നെ പരിചയപ്പെടുത്തിയല്ലോ. എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. എനിക്ക് 3 മക്കളുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീട് കോഴിക്കോട് മാവൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു രോഗം വന്നതുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം കുറഞ്ഞോ എന്നാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രോഗം വന്നപ്പോൾ എൻ്റെ റബ്ബിലോട്ട് കൂടുതൽ അടുക്കാനാണ് കഴിഞ്ഞിട്ടുള്ളത്. മുന്നേ നമുക്ക് ഒന്നിനും സമയമില്ല, നമ്മൾ തിരക്ക് പിടിച്ച് ഓടാണ്. ഇന്നിപ്പോൾ നമുക്ക് എല്ലാറ്റിനും സമയമുണ്ട് കേട്ടോ, ഒരു തിരക്കുമില്ല. പിന്നെ നമ്മുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുക, റബ്ബിലോട്ട് കൂടുതൽ അടുക്കണം, കൂടുതൽ നന്മകൾ ചെയ്ത് മുന്നേറണം, ഒരു തെറ്റും കൂടാതെ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന ചിന്തയിൽ ജീവിക്കുകയല്ലേ ചെയ്യുക. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ഞാനും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ എൻ്റെ അസുഖത്തെ ഓർത്തിട്ട് ഈ ഒരു നിമിഷം വരെ എനിക്ക് ഒരു നിരാശയും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഞാനെല്ലാം എൻ്റെ റബ്ബിൽ തവക്കുൽ ചെയ്തിരിക്കുകയാണ്. റബ്ബ് ഏതാണ് എനിക്ക് ഹയർ എന്നതുണ്ടെങ്കിൽ അത് നടക്കട്ടെ, ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. രോഗം കൊണ്ടും സാമ്പത്തികം കൊണ്ടും ഒക്കെ തന്നെ ഞാൻ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ എൻ്റെ റബ്ബിൻ്റെ ആ ഒരു താങ്ങൽ എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു നിമിഷം വരെ എനിക്ക് എത്താൻ പറ്റിയിട്ടുള്ളത്. രോഗം കുറച്ച് മൂർച്ഛിച്ച അവസ്ഥയിൽ തന്നെയാണ്. എന്നാലും അൽഹംദുലില്ലാ റബ്ബിൻ്റെ ആ ഒരു താങ്ങി നിർത്തൽ എനിക്ക് നല്ലപോലെ ഉണ്ട്. ഇന്നും ഇപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നത് മാത്രമേ റബ്ബ് തന്നിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇത്ത ഫങ്ഷൻസിനൊക്കെ പോകാറുണ്ടോ അതോ വീട്ടിൽ തന്നെയാണോ എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞൊരു വർഷമായിട്ട് കണ്ടിന്യൂ ട്രീറ്റ്മെൻറ്റിലാണെന്ന് പറഞ്ഞല്ലോ. ആ ട്രീറ്റ്മെൻറ്റ് പ്രയാസങ്ങൾ കുറേയേറെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു 9 മാസത്തോളം വീട്ടിലൊരു റൂമിൽ തന്നെയായിരുന്നു. ഹോസ്പിറ്റൽ, വീട് അങ്ങനെ ആ രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് എന്താ പറയുക, കല്യാണം അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാൻ എനിക്ക് ഇഷ്ടമില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ഒന്നാമത്തെ എനിക്ക് പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ മെയിനായിട്ട് എന്താ, നല്ല വസ്ത്രമെല്ലാം ധരിച്ച് നല്ല അടിപൊളിയായിട്ട് കല്യാണത്തിന് പോകും. പിന്നെ കല്യാണ വീട്ടിൽ ചെന്നാലോ നല്ല ഭക്ഷണം, അതല്ല മെയിനായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്തിനാണ് പോകുന്നതെന്നുള്ള ആ ഒരു ചിന്ത വന്നു. പിന്നെ നല്ല വസ്ത്രമെല്ലാം അണിഞ്ഞ് പോകാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ബോഡിയിൽ നല്ല വീക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഉൾവലിച്ചിൽ വന്നു, എങ്ങോട്ടേക്കും പോകണ്ടെന്നുള്ളൊരു ചിന്ത. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്ന സമയത്ത് എനിക്ക് തോന്നി അത് ശരിയല്ല, അതൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ള കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ശേഷം ഈ ഫെബ്രുവരി 4 ക്യാൻസർ ഡേൻ്റെ ഒക്കെ പ്രോഗ്രാമിലായിരുന്നു. അങ്ങനെ 1-2 പ്രോഗ്രാമിനെല്ലാം പോയി. പിന്നെ ഡോക്ടേഴ്സിനോട് ഒന്നിച്ചിട്ടുള്ള ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, അതിലും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 പരിപാടിക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. പോകുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഡോക്ടേഴ്സ് കൃത്യമായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകണ്ട. അതല്ല നമ്മൾ ഓക്കെയാണ്, നമ്മളെ ആരോഗ്യം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം കേട്ടോ. പിന്നെ ഓവർ ക്രൗഡായിട്ടുള്ള സ്ഥലത്തേക്കൊന്നും പോകാണ്ടിരിക്കുക. പോകുമ്പോൾ മാസ്ക്, സാനിറ്റൈസറൊക്കെ കയ്യിൽ കരുതുക, അതൊക്കെ ചെയ്താൽ മതി. ഒന്ന് നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി. പിന്നെ ഇങ്ങനെ ഒരു രോഗം വന്നതെന്ന് വിചാരിച്ചിട്ട് തീർത്തും വീട്ടിൽ തന്നെ ഇരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്താണോ സന്തോഷം അത് നമ്മൾ കണ്ടെത്തുക. അടുത്തായി ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ടൈം രോഗം അറിഞ്ഞപ്പോൾ എന്തായിരുന്നു അനുഭവം, ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ ഫസ്റ്റ് ടൈം അസുഖം അറിഞ്ഞപ്പോൾ അസുഖത്തോട് പൊരുത്തപ്പെടാൻ എനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു കേട്ടോ. കാരണം എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാതെ നമ്മളിങ്ങനെ ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അങ്ങോട്ട് ലോക്കാവുകയാണ്. അത് ഇങ്ങനൊരു രോഗം. അപ്പോൾ തീർത്തു അത് അംഗീകരിക്കാൻ എനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. തുടക്കത്തിലൊക്കെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് തന്നെ തോന്നി ഞാൻ തന്നെ ഓക്കെ ആയാൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ തന്നെ ഓരോ കാര്യങ്ങൾ സ്വയം ഇതിന്ന് എനിക്ക്
പുറത്ത് കിടക്കണം എന്നുള്ളതുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ സമയത്ത് ഞാൻ നല്ലോണം എഴുതുമായിരുന്നു കേട്ടോ. എഴുതും, നല്ലോണം വായിക്കും. അതുപോലെ തന്നെ പിന്നെ ഓരോ കാര്യങ്ങളെല്ലാം എൻഗേജ്ഡായി. പിന്നെ അങ്ങനെ ഞാൻ പതിയെ അതിനോട് പൊരുത്തപ്പെട്ട് ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്ത് ഫസ്റ്റ് അസുഖം വന്നപ്പോൾ പെട്ടെന്ന് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫാമിലീൻ്റെ സപ്പോർട്ടാണ് ചോദിച്ചത്. അൽഹംദുലില്ലാ അന്ന് അസുഖം വന്നത് മുതൽ ഈ സമയം വരെ ഫാമിലി സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാ കാര്യത്തിലും സാമ്പത്തികമായിട്ടും പിന്നെ മാനസികമായിട്ടൊക്കെ എല്ലാ സപ്പോർട്ടും ഫാമിലീൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുതന്നെയാണ് ഏറെ ആശ്വാസം. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഡയറ്റ് ആൻഡ് മെഡിസിൻ എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സ്റ്റൊമക്കിൽ അസുഖമുള്ളത് കാരണം ഡയറ്റീഷ്യൻ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഫുഡുകൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഓവർ മസാല, പുറത്തുനിന്നുള്ള ഫുഡ് അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഫുഡിൻ്റെ അളവ് അത്രയും കുറവാണ്. സ്റ്റൊമക്ക് റിമൂവ് ചെയ്തുകൊണ്ട് കുറേശ്ശേ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുറേശ്ശേ കഴിക്കുന്നതിലും മാക്സിമം എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. പിന്നെ ഈ ഗ്രൂപ്പ്, ഞങ്ങൾക്ക് ഗ്രൂപ്പെല്ലാം ഉണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട് ഞാൻ ഈ മഷ്റൂം, ബ്രോക്കോളി പോലത്തെ അതേപോലെ വെജിറ്റബിൾസൊക്കെ സോർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ സാലഡാക്കി കഴിക്കുമ്പോൾ നീ ഇങ്ങനെ ഇഷ്ടമുള്ളതൊന്നും കഴിക്കാതെ കണ്ട് വെറും ഇതെല്ലാം ആക്കി ഇങ്ങനെ ഇരുന്നോ, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും എനിക്ക് വീണ്ടും അസുഖം വന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ പലരും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ആ രീതിയിലൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് കേട്ടോ. പിന്നെ ബീഫ് എനിക്ക് ആദ്യം ഇഷ്ടമില്ല, അത് ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ചിക്കന് ഡോക്ടർ കഴിക്കാനാണ് പറഞ്ഞത്, കൂടുതൽ കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് അസുഖം വന്ന സമയത്ത് എനിക്ക് ചിക്കനോട് ഒരു പേടി തോന്നിയിട്ട് അങ്ങനെ ചിക്കൻ ഞാൻ പൂർണ്ണമായിട്ട് നിർത്തി. ഇപ്പോൾ രണ്ടാമത് അസുഖം വന്ന സമയത്ത് പ്രോട്ടീനെല്ലാം കുറവുള്ളതുകൊണ്ട് ചിക്കന്, മുട്ട പോലുള്ളത് ധാരാളം കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിക്കന് സൂപ്പാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. ചിക്കൻ സൂപ്പ്, അതേപോലെ വെജിറ്റബിൾ സൂപ്പ്, അങ്ങനെയൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. വീണ്ടും 2-3 ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ അസുഖത്തിൻ്റെ സിംറ്റംസ് എന്താണെന്നാണ്. അപ്പോൾ ഞാൻ ഈ ആമാശയ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അതായിരിക്കും നന്നാവുക. ക്യാൻസർ ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ വിള്ളൽ വരുത്തിയിട്ടുണ്ടോ എന്നാണ് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ ഈ ഒരു നിമിഷം വരെ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. മുന്നോട്ടേക്ക് എന്താണെന്നൊന്നും അറിയില്ല. ഇൻഷാ അല്ലാഹ്. ഫാമിലി എപ്പോഴും കൂടെ നിൽക്കാറുണ്ടോ എന്നാണ് ചോദിച്ചത് കേട്ടോ. അൽഹംദുലില്ലാ ഫാമിലി കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഫാമിലി ആയാലും എല്ലാ കാര്യത്തിലും കൂടെ തന്നെ ഉണ്ട്. എല്ലാ സപ്പോർട്ടും ഉണ്ട് കേട്ടോ. റേഡിയേഷൻ ആയതുകൊണ്ട് ഡ്രസ് ബിസിനസ് ഒന്നും ഇല്ലേ? ഇനി പുതിയ കളക്ഷനുമായിട്ട് എന്ന് വരും? പെട്ടെന്ന് എല്ലാം ഭേദമാകും, പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ അറിയാം, നമ്മളൊരു ഡ്രസ്സിൻ്റെ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ വീണ്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടോ. അപ്പോൾ നമ്മൾ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി എത്രയും പെട്ടെന്ന് തന്നെ അത് തുടങ്ങണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും എല്ലാവരെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ വേണം ഇൻഷാ അല്ലാഹ്. അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ള അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. റേഡിയേഷൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ? ബൂസ്റ്റർ ഡോസ് വല്ലതും ഉണ്ടോ? എനിക്ക് കീമോതെറാപ്പി കഴിഞ്ഞാൽ 3 days ബൂസ്റ്റർ ഡോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ റേഡിയേഷന് കഴിഞ്ഞിട്ടോ, ഇന്നത്തോടെ റേഡിയേഷൻ പൂർത്തിയായി. റേഡിയേഷൻ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറേശ്ശെ ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം റേഡിയേഷൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നല്ല വോമിറ്റിങ്, തുപ്പൽ, പിന്നെ ഓവർ അസിഡിറ്റി എല്ലാം വന്നതിനോണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വീണ്ടും വിഷമമുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം കുറച്ച് നാൾ 2-3 ആഴ്ച നീണ്ടു നിൽക്കുന്നതാണ് പറഞ്ഞത്. അത് കഴിയുമ്പോൾ ഓക്കെ ആവുന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ചെറിയ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല അൽഹംദുലില്ലാ. പിന്നെ ആ ബൂസ്റ്റർ ഡോസിനെ പറ്റിയിട്ട് ചോദിച്ചില്ല, എനിക്കത് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കീമോയുടെ ടാബ്ലറ്റ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ടാർഗറ്റ് തെറാപ്പി ഇഞ്ചക്ഷന് കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുണ്ട്. ഇനി 24-ാം തീയതി വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. 24-ാം തീയതി ഇഞ്ചക്ഷൻ എടുത്തിട്ട് അന്ന് തന്നെ കീമോയുടെ ടാബ്ലറ്റും സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. പിന്നെ അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത് ഹായ് ജംഷി, ക്യാൻസർ വന്നതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ കേട്ടോ. ക്യാൻസർ വന്നതിന് ശേഷം എനിക്കുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താ വെച്ചാൽ, മുന്നേ ഞാൻ എല്ലാ കാര്യത്തിലും പെട്ടെന്ന് ടെൻഷൻ എടുക്കുന്ന കൂട്ടത്തിലായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കില്ല. എന്തെന്നെ വന്നാലും
അല്ലല്ലോ, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ചോദിച്ചത് ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നൊക്കെ ഏതെങ്കിലും രീതിയിൽ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നാണ് കേട്ടോ ചോദിച്ചത്. ഇല്ല കേട്ടോ, അങ്ങനെ ഒരു അനുഭവം ഇതേവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നെ വിളിച്ച് സംസാരിക്കുന്ന പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ചുറ്റുപാടുകളുടെ തുറിച്ച് നോട്ടം, പിന്നെ വേണ്ടാത്ത ഓരോ ചോദ്യങ്ങൾ എന്നെല്ലാം പറയുന്നത് കേട്ടോ. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ഇന്ന് ഈ ഒരു നിമിഷം വരെ അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഞാൻ എൻ്റെ ചുറ്റുമുള്ള നെഗറ്റീവിലേക്ക് നോക്കലില്ല. കാരണം എനിക്ക് മുന്നോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ എനിക്ക് മുന്നോട്ടേക്ക് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ചുറ്റുമുള്ള പോസിറ്റീവിലേക്ക് മാത്രമേ നോക്കലുള്ളൂ കേട്ടോ. പിന്നെ ബന്ധുക്കളൊക്കെ എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടാണ് കേട്ടോ. ബന്ധുക്കളായാലും പിന്നെ അയൽവാസികളായാലും നാട്ടുകാരായാലും ഒക്കെ തന്നെ എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അവർ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ നാട്ടിലുള്ള ഞാൻ അറിയണതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ സഹായം കൊണ്ട് തന്നെയാണ് കേട്ടോ എൻ്റെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. പിന്നെ റേഡിയേഷൻ കഴിഞ്ഞോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റേഡിയേഷൻ ഇന്നത്തോടുകൂടി കഴിഞ്ഞ് ഇന്ന് നമ്മൾ വീട്ടിലോട്ട് പോകും കേട്ടോ. അടുത്തായിട്ട് ചോദിച്ചാൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ഇതേവരെ എടുത്തത്, ഇനി എന്താണ് അടുത്ത പ്ലാനിങ്, ഡോക്ടർ എന്താണ് പറഞ്ഞതാണ് കേട്ടോ. ഇതേവരെ എടുത്ത ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഈ 3 വർഷം കൊണ്ട് എടുത്ത ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ പറയുന്നത്. 2 സർജറി ചെയ്തിട്ടുണ്ട്. ഒരു കീ ഹോൾ സർജറി, ഒരു മേജർ സർജറി, പിന്നെ 20 കീമോ ചെയ്തിട്ടോ 2 പ്രാവശ്യമായിട്ട്. ആദ്യം 8 കീമോ എടുത്ത്, പിന്നെ രണ്ടാമത് അസുഖം വന്നപ്പോൾ 12 കീമോ എടുത്ത്. അതിൻ്റെ കൂടെ അന്ന് മുതൽ തന്നെ ടാർഗറ്റ് തെറാപ്പി ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷനും കീമോയുടെ ടാബ്ലറ്റും ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റേഡിയേഷൻ്റെ സമയത്ത് 21 ദിവസം ഈ കീമോയുടെ ടാബ്ലറ്റ് നിർത്തി വെച്ചതാണ് കേട്ടോ. അതിനി അടുത്ത 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇനി ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ റേഡിയേഷൻ കഴിഞ്ഞല്ലോ, അപ്പോൾ ഈ ഫുഡ് കഴിക്കാനുള്ള ആ വിഷമങ്ങളെല്ലാം മാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പഴയ പോലെ തന്നെ ആ ടാർഗറ്റ് തെറാപ്പി ഇഞ്ചക്ഷനും കീമോയുടെ ടാബ്ലറ്റ് ഉണ്ടല്ലോ കാപ്സിറ്റാബിൻ, അത് തുടർച്ചയായിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തായിട്ട് ചോദിച്ചിട്ടുള്ളതല്ലേ, കൂടെയുള്ളവരുടെ വിഷമങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയെ ബാധിക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടോ. ശരിയാണ് കേട്ടോ, നമ്മുടെ കൂടെ ഉള്ളവരുടെ തളർച്ച നമ്മളെ ഒരുപാട് ബാധിക്കും. കാരണം അവർ തളരാണ്ടിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ മാക്സിമം നമ്മൾ ഓക്കെ ആയിട്ടിരിക്കുക എന്നുള്ളത്. നമ്മളൊന്ന് തളർന്നു പോയാൽ നമ്മളെ കൂടെ ഉള്ളവർ അതിലും വേഗത്തിൽ തളർന്നു പോകും. അപ്പോൾ ഞാനൊക്കെ മുന്നേ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കേട്ടോ. വീട്ടിലൊക്കെ തന്നെ ഒരു രോഗി എന്നുള്ള നിലയിൽ എന്നെ ആരും കാണലില്ല. ഞാൻ ആ രീതിയിൽ അല്ലാണ് കേട്ടോ കഴിയുന്നത്. അപ്പോൾ മാക്സിമം ഹാപ്പി ആയിട്ട് കുടുംബത്തിനോട് ഒന്നിച്ച് നിൽക്കുക. പ്രത്യേകിച്ച് നമ്മളൊക്കെ പാരൻസ്, അവർക്കൊന്നും അത് താങ്ങാൻ കഴിയില്ല. എൻ്റെ ഉമ്മക്ക് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ രോഗിയാണെന്ന് അറിഞ്ഞതിൻ്റെ ശേഷം ഉമ്മാൻ്റെ കണ്ണീരില്ലാത്തൊരു സമയം കണ്ടിട്ടില്ല. എൻ്റെ അമ്മൊക്കെ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹായ് ജംഷി, എങ്ങനെയുണ്ട് ഹെൽത്ത്, റേഡിയേഷൻ കഴിഞ്ഞു ചോദിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ചെറിയ ഓരോ പ്രയാസങ്ങളുണ്ട്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. റേഡിയേഷൻ ഇന്നത്തോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്, ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. അപ്പോൾ ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ പേടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പേടിച്ചതുകൊണ്ട് നമ്മുടെ രോഗം മാറുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ഏതൊരു അസുഖത്തിനും പറയുന്നത് രോഗിയുടെ മാനസികാരോഗ്യമാണ്. അപ്പോൾ ഈ ഒരു രോഗത്തിനും മെയിനായിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് രോഗത്തെ നേരിടുക, പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ച്, ക്യാൻസർ രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ പറയാമോ? അല്ല, അത് ഞാൻ ആളല്ല കേട്ടോ. എന്നാലും എനിക്കറിയുന്ന പറയാം കേട്ടോ. ഞാൻ മനസ്സിലാക്കിയത് രോഗം ഒന്നിൻ്റെ അവസാനമല്ല കേട്ടോ, പുതിയ ജീവിതശൈലിയുടെ ഒരു തുടക്കമാണ്. കാരണം ഇത്രയും നാൾ നമ്മളൊരു പ്ലാനിങ് ഇല്ലാണ്ട് ജീവിച്ചു. ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്ലാനിങ് ഒക്കെ വന്നിട്ടുണ്ടോ. ഫുഡായാലും നമ്മളെ ഉറക്കമായാലും റെസ്റ്റ് ആയാലും ഒക്കെ തന്നെ അല്ലേ? അത് ശരിയല്ലേ? പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കണേ? മരണഭയമാണോ? ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ കുറേ ആൾക്കാർ ധരിച്ച് വെച്ചിരിക്കുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരണമാണ്, ഇനി ജീവിതമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാൻസർ വന്നിട്ടാണോ എല്ലാവരും മരണപ്പെടുന്നത്? അല്ലല്ലോ. ഇനിയിപ്പോൾ ക്യാൻസർ വന്നില്ല എന്ന് വിചാരിച്ചിട്ട് മരണം സംഭവിക്കാണ്ടിരിക്കുക, അതുമില്ല. അപ്പോൾ പിന്നെ നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് മാക്സിമം ഹാപ്പി ആയിട്ട് ജീവിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ ചെയ്ത് മുന്നേറട്ടോ. ഈ യാത്ര അത്ര എളുപ്പമല്ല. ശാരീരികമായും മാനസികമായും ആത്മീയമായും ഏറെ കടുപ്പമുള്ളതാണ്. പക്ഷെ നീ ഒരാളല്ലെന്ന് ഞാൻ അറിയിച്ചു തരാം. ഞാൻ ഈ വഴിയിലൂടെ നടന്നിട്ടുള്ളവളാണ്. ചില ദിവസങ്ങൾ ഭാരം നിറഞ്ഞതായിരിക്കും,
ചില രാത്രികൾ നിരാശ കൊണ്ട് നിറഞ്ഞതാകാം. എങ്കിലും ആ ഇരുണ്ടതിലൂടെ പോലും പ്രതീക്ഷയുടെ ഒരു വിളക്ക് എന്നും തെളിഞ്ഞുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ നിലകൊള്ളുന്നത് തന്നെ അതിൻ്റെ തെളിവാണ്. നീ കരുതുന്നതിനേക്കാൾ നീ വളരെ ശക്തനാണ്. ഓരോ ചെറിയ വിജയവും ആഘോഷിക്കുക. കൂടുതൽ ഭക്ഷണം കഴിച്ചതോ കുറച്ചു നേരം ചിരിച്ചതോ ഉറക്ക ശ്വാസം എടുത്തതോ പോലെ ആ പ്രകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. എത്ര ദൂരം നിന്നാലും നമ്മൾ യോദ്ധാക്കളാണ്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യമുണ്ടെന്നും നീ തിരിച്ചറിയുക.